വയനാടിനെ കയ്യിലെടുത്തുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് ശേഷം പി.ജെ. ജോസഫ് വേദിയിൽ ഒരു പാട്ട് പാടുകയുണ്ടായി. വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഏറെ കൗതുകമുള്ള കാഴ്ചയായി അത് മാറിയെന്നുള്ളതാണ് വസ്തുത. രാഹുൽ വരുന്നുണ്ട്, വീരനാം രാഹുൽ വരുന്നുണ്ട് എന്ന് തുടങ്ങിയ ഗാനം അത് എഴുതിയത് തൻ്റെ നാട്ടുകാരായ 2 സ്ത്രീകളാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പി.ജെ. ജോസഫ് ആ ഗാനം പാടിയത്. നമ്മുടെ പ്രിയപ്പെട്ട മുൻ മന്ത്രി പി.ജെ. ജോസഫ് സാർ മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നതാണ്. എൻ്റെ ഗ്രാമപ്രദേശത്തെ 2 സാധാരണ വനിതകൾ എഴുതിയതാണ്. രാഹുൽ വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, നമ്മുടെ സാരഥി വീരൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ട്. രാഹുൽ വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, നമ്മുടെ സാരഥി വീരൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ട്. കാത്തിരുന്നു കണ്ടോളൂ, ഓർത്തിരുന്നു ചെയ്തോളൂ, ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും രാഹുൽജി മുന്നിൽ തന്നെ, കൈപ്പത്തി മുന്നിൽ തന്നെ. രാഹുൽ വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, നമ്മുടെ സാരഥി വീരനാം നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ പി.ജെ. ജോസഫ് ഒരു നല്ല പാട്ടുകാരൻ തന്നെയാണ്. ഏത് വേദി കണ്ടാലും 2 വരി പാടാതെ പി.ജെ. പോകാറില്ല. മാത്രമല്ല, പ്രവർത്തകരെല്ലാം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയ്ക്ക് 2 വരി പാട്ട് പ്രവർത്തകർ എപ്പോഴും പി.ജെയോട് ആവശ്യപ്പെടാറുണ്ട്. ആലത്തൂരിലെ രമ്യ ഹരിദാസിൻ്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലും പി.ജെ. ഇതുപോലൊരു ഗാനം പാടിയിരുന്നു. അന്നും ആലത്തൂരിലെ ജനങ്ങൾ അത് ഇരുകൈ നീട്ടി സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ രാഹുലിനെ പരാമർശിച്ചുള്ള ഈ ഗാനവും വളരെ കൗതുകമായി മാറിയിരിക്കുകയാണ്. രാഹുൽ വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, നമ്മുടെ സാരഥി വീരൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ട്. രാഹുൽ വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, നമ്മുടെ സാരഥി വീരൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ട്. കാത്തിരുന്നു കണ്ടോളൂ, ഓർത്തിരുന്നു ചെയ്തോളൂ, ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും രാഹുൽജി മുന്നിൽ തന്നെ, കൈപ്പത്തി മുന്നിൽ തന്നെ. രാഹുൽ വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, നമ്മുടെ സാരഥി വീരനാം നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ട്. Thank you.